മക്കളൊക്കെ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പേ ഉത്രാടത്തിൻ്റെ അന്നും വൈകിട്ട് ഞങ്ങൾ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി. അതായത് എൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ്, 84 വയസ്സുണ്ട്, ക്ഷീണാവസ്ഥയാണ്, നടക്കുകയൊക്കെ ചെയ്യും, അധികം സംസാരിക്കില്ല. ആൻറ്റിയുടെ വീട്ട് വട്ടിയൂർക്കാവിനടുത്ത് PTP നഗറിലാണ്. ഇളയ ഒരു മകളുടെ അടുക്കൽ വന്നതാണ്. ഒരു തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഇതാണ് ആൻറ്റി. വലിയ സ്നേഹമുള്ള സന്തോഷമുള്ള ഒരു ആൻറ്റിയായിരുന്നു. ഒരു മലേഷ്യയിലായിരുന്നു. അവധിക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല സ്കേർട്ടും ബ്ലൗസിൻ്റെയൊക്കെ തുണിയൊക്കെ കൊണ്ട് തരുമായിരുന്നു. പിന്നെ വരുമ്പോൾ ഞാനപ്പോഴത്തേക്കും ഡിഗ്രിക്ക് ഹൈസ്കൂളിൽ ഡിഗ്രിക്കായി. ആ സമയത്ത് നല്ല സാരികൾ കൊണ്ട് തരുമായിരുന്നു. അതൊക്കെ എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഞങ്ങളെല്ലാവരും ഉടുക്കുമായിരുന്നു. ഒന്നും ചുരിദാറൊന്നും ഇല്ലല്ലോ, സാരിയാണല്ലോ മെയിനായിട്ട്. അങ്ങനെ ആൻറ്റിയെ കണ്ടു. ആൻറ്റിക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുത്തു. ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ദീപാലങ്കാരം കാണാൻ പോയി. വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ്. പക്ഷേ 6:30-ക്ക് ദീപാലങ്കാരം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടായാലും ഞങ്ങൾ വഴിയിൽ ഒരിടത്ത് കാറ് പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തു. പിന്നെ 6:30 ആയപ്പോൾ കാറിൽ തന്നെ പോകാമായി. 7 മണിയാകുമ്പോഴേക്ക് വാഹനങ്ങളൊക്കെയും നിർത്തും. പിന്നെ കാൽനടക്കാർക്ക് റോഡിൽ കൂടുന്ന റോഡിൻ്റെ റോഡ് മുഴുവനും അവർക്ക് കൈയടക്കി യാത്ര ചെയ്യാം. കിഴക്കേക്കോട്ട വരെ യാത്ര ചെയ്യാം. ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ, കുഞ്ഞുങ്ങളുടെ സ്കൂളിലായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ ദീപാലങ്കാരം കാണാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലെ തന്നെ നടന്നൊക്കെയാണ് കുറേ ദൂരം യാത്ര ചെയ്യും. പിന്നാണ് കാറിൽ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അതുപോലെ ഇപ്രാവശ്യം ഒന്നും ഇറങ്ങിയില്ല. പ്രത്യേകിച്ച് ഞാനൊരു പ്രായമുള്ള സ്ത്രീ, നടക്കാനൊക്കെ പ്രയാസം. അതുകൊണ്ട് കാറിൽ